ജിയിൽ 23ന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഷോപ്പ് കീപ്പർ ഓഫേഴ്സ് ദ ഫോളോയിങ് 2 ഡിസ്കൗണ്ട് സ്കീംസ്. 2 ഡിസ്കൗണ്ട് സ്കീംസ് ഒരു ഷോപ്പ് കീപ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വിച്ച് സ്കീം ഹാസ് ദ മാക്സിമം ഡിസ്കൗണ്ട് പെർസെന്റേജ്? ഏതിലാണ് മാക്സിമം ഡിസ്കൗണ്ട് പെർസെന്റേജ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ 2 സ്കീം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്കീം ബൈ 3 ഗെറ്റ് 4 ഫ്രീ, രണ്ടാമത്തെ സ്കീം ബൈ 5 ഗെറ്റ് 6 ഫ്രീ. നമ്മൾ യൂഷ്വലി കടയിൽ പോകുമ്പോഴൊക്കെ കാണുന്നതാണ്. ഈ ഒരു സ്കീം നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ അങ്ങനെയുള്ള സ്കീമിന്റെ ഡിസ്കൗണ്ട് പെർസെന്റേജ് ഇനി നമുക്ക് പോവുകയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മളിത് കണ്ടുപിടിക്കണത് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ സ്കീം എ എടുക്കുകയാണെങ്കിൽ അവിടെ ബൈ 3 ഗെറ്റ് 4 ഫ്രീ ആണ്. 4 ഫ്രീ കിട്ടുന്നുണ്ട്. ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്, കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി എല്ലാ ഡിസ്കൗണ്ട് പെർസെന്റേജിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ആലോചിക്കുന്നത് സെല്ലറിനെ വെച്ചിട്ടാണ്. കാരണം സെല്ലറാണ് ഡിസ്കൗണ്ട് തരുന്നത്. ആളുടെ മാർക്കറ്റ് പ്രൈസിൽ നിന്നാണ് എപ്പോഴും ഡിസ്കൗണ്ട് തരുന്നുള്ള കാര്യം ഓർക്കുക. ഇവിടെ സെല്ലറിന്റെ കേസ് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കൗണ്ട് പെർസെന്റേജ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് കൂടി ഓർക്കുക. ഇവിടെ സെല്ലറിനെ നോക്കുകയാണെങ്കിൽ ആൾ 4 ഫ്രീ കൊടുക്കുന്നുണ്ട്. ആൾ കൊടുക്കുന്നത് ഫസ്റ്റ് സ്കീമിന്റെ കേസാണ് പറയുന്നത്. അവിടെ 4 ഫ്രീ കൊടുക്കുന്നുണ്ട്. പക്ഷെ സെല്ലർ എത്രയാണ് ടോട്ടൽ കൊടുക്കുന്നത്? 7 കൊടുക്കുന്നുണ്ട്. ആള് 7 കൊടുക്കുന്നതിലാണ് 4 ഫ്രീ കൊടുത്തേക്കുന്നത്. അപ്പോ 4 ഔട്ട് ഓഫ് 7 ആണ് ആള് ഫ്രീ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതാണ് ആളുടെ ഡിസ്കൗണ്ട് വരുന്നത്. ഈ ഒരു ഫ്രാക്ഷനാണ് ഡിസ്കൗണ്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ സ്കീം നോക്കുകയാണെങ്കിലോ 6 ഫ്രീ കൊടുക്കുന്നുണ്ട്. സെല്ലർ കൊടുക്കുന്നത് 6 ഫ്രീ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആള് ടോട്ടൽ എത്രയാണ് കൊടുക്കുന്നത്? സെല്ലറിന്റെ കയ്യിൽ നിന്ന് എത്രയാണ് പോകുന്നത്? 6ഉം 5ഉം 11 ആള് സെല് ചെയ്യുന്നുണ്ട്. അപ്പൊ 11 6 ആളവിടെ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോ ഇവിടെ നോക്കുകയാണെങ്കിൽ 4/7 ആണ് ആദ്യത്തെ ഡിസ്കൗണ്ട് പെർസെന്റേജ്, ഡിസ്കൗണ്ട് ഫ്രാക്ഷൻ വരുന്നത്. രണ്ടാമത്തത് 6/11 ആണ്. ഇനി ഇതിൽ ഏതാണ് മാക്സിമം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഡിസ്കൗണ്ട്, ഇത് 2 ഡിസ്കൗണ്ട് ഫ്രാക്ഷൻ ആണ്. ഏതാണ് മാക്സിമം എന്ന് ഡയറക്റ്റ് ഇവിടുന്ന് കണ്ടുപിടിച്ചാൽ മതി. പെർസെന്റേജിലേക്ക് മാറ്റേണ്ട. 2 ഫ്രാക്ഷനെ കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇവിടെ 4 × 11 എന്നുള്ളത് ഇവിടെ 44 വരും. ഇവിടെ 44 വരും. ഇവിടെ ആണെങ്കിൽ 7 × 6 42 വരും. റൈറ്റിംഗ് കുറച്ച് മോശമായിട്ടുണ്ട്. നിങ്ങൾ കണ്ടന്റ് നോക്കുക. 44ഉം 42ഉം വരും. അപ്പൊ ഇവിടെ വലിയ ഫ്രാക്ഷൻ വരുന്നത് ഈ 44 തന്നെയാണ്. ഫസ്റ്റ് സ്കീമിലാണ് വലിയ ഫ്രാക്ഷൻ. ഡിസ്കൗണ്ട് പെർസെന്റേജ് കൂടുതൽ വരുന്നത് ഫസ്റ്റ് സ്കീമിലാണ്, എയിലാണ്. ഇതേ ക്വസ്റ്റ്യൻ ഡിസ്കൗണ്ട് പെർസെന്റേജ് ഏതാണ് കൂടുതൽ കുറവെന്നല്ലാതെ സെല്ലിംഗ് പ്രൈസ് ഏതിനാണ് കൂടുതൽ കുറവെന്ന് ചോദിച്ചേക്കാം. അപ്പൊ സെല്ലിംഗ് പ്രൈസ് കൂടുതലും കുറവ് വരുന്നത് എങ്ങനെയാണ്? ഡിസ്കൗണ്ട് കൂടുന്നിടത്ത് സെല്ലിംഗ് പ്രൈസ് കുറവായിരിക്കും. ഡിസ്കൗണ്ട് ഏതിലാണോ കുറവ് അവിടെ സെല്ലിംഗ് പ്രൈസ് കൂടുതലായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ആ രീതിയിൽ അങ്ങ് നോക്കിയെടുക്കുക. നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിന്റെ കൂടെ അങ്ങ് പറയാം. അപ്പൊ ഇതായിരുന്നു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറയാം, കാരണം കൺഫ്യൂഷൻ ആയി പോകുന്നതാണ്. അതുകൊണ്ടാണ് ഒന്നുകൂടി പറയുന്നത്. ഇങ്ങനെയുള്ള സ്കീമിലെ ഡിസ്കൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്, നമ്മൾ സെല്ലറിന്റെ കേസ് ആലോചിക്കുക. അവിടെ എത്രയാണ് ഫ്രീ കൊടുക്കുന്നത്? 4 ഫ്രീ കൊടുക്കുന്നെങ്കിൽ അവിടെ ഡിനോമിനേറ്ററിൽ വരുന്നത് ടോട്ടൽ എത്രയാണ് സെല്ലറിന്റെ കയ്യിൽ നിന്ന് പോകുന്നുള്ളതാണ്. ഇവിടെ 7 പോകുന്നത്. അപ്പോൾ 4/7 ആണ് അവിടുത്തെ ഡിസ്കൗണ്ട്. രണ്ടാമത്തെ സ്കീം ആണെങ്കിലോ ഇവിടെ 6 ഫ്രീ കൊടുത്തു. ഓക്കെ, പക്ഷെ 6 ഔട്ട് ഓഫ് 11 ആണ് ഫ്രീ കൊടുക്കുന്നത്. അപ്പൊ 6/11 ആണ് ആളുടെ ഡിസ്കൗണ്ട് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താണ് ഡൗട്ട് എന്നുള്ളത് കമന്റ് ചെയ്യാം. നമുക്കത് ക്ലാരിഫൈ ചെയ്ത് വേറൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. താങ്ക് യു.